ഹലോ ഫ്രണ്ട്സ്, പത്തനംതിട്ടൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ ആദർശിനെയും നയനയുമാണ്. അങ്ങനെ നമ്മുടെ അനിയോട് ആദർശ് പറയുകയാണ്, നീ പറയുന്നതെങ്കിൽ സത്യം പറഞ്ഞാൽ ശരികളൊന്നും തന്നെ ഇല്ല. അനി കാരണം നീ കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ അവളെ ഭാര്യയായിട്ട് അംഗീകരിച്ചിട്ടുണ്ടോ? ഒരു പെണ്ണിൻ്റെ ആഗ്രഹങ്ങൾക്കോ വികാരങ്ങൾക്കോ ഒപ്പം നീ നിന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ അവൾ വേറെ ബന്ധം തേടി പോയതിൽ എന്ത് അതിശയമാണുള്ളത്? അവളുടെ അച്ഛനും അതുതന്നെയാണ് പറയുന്നത്, പറ്റുമോ എന്ന്. അപ്പോൾ ഞാൻ അവളെ അടക്കി പിടിച്ച് ജീവിക്കണമെന്നാണ് ഏട്ടൻ പറയുന്നത്. ഏട്ടത്തെ ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏട്ടൻ സഹിക്കുമോ? പിന്നെ ഏട്ടത്തെ ഒരിക്കലും ഇങ്ങനെയൊന്നും പോകല്ലെന്ന് ഏട്ടൻ അറിയാം. കാരണം ഇതുപോലെ ഞാൻ തന്നെ കൂടെ ഒരു വീഡിയോ ഏട്ടത്തിയുടെ അല്ലെങ്കിൽ ഒരു ഫോട്ടോ തരാൻ പറ്റുമോ ഏട്ടനില്ലല്ലോ. പിന്നെ ഇതൊന്നും എന്നോട് സംസാരിക്കേണ്ട, എനിക്ക് ഇതിനെക്കുറിച്ച് ഇനി സംസാരിക്കാൻ തീരെ താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ അനി അങ്ങ് പോകുന്നത്. ആദർശമില്ലാതെ ഒരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുന്നതാണ് കേട്ടോ. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അനിയെ തന്നെയാണ്. അപ്പോൾ അനി വീണ്ടും അനാമികയെ അല്ല, നന്ദുവിനെ ഇങ്ങനെ ഫോൺ വിളിച്ച് നോക്കുകയാണ്. അപ്പോൾ നന്ദു ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല. എന്താ ഈ ഫോൺ എടുക്കാത്തത്? എനിക്കൊരു സമാധാനവുമില്ല. ഒരു പ്രാവശ്യം ഫോൺ എടുക്കും നന്ദു എന്നൊക്കെ മനസ്സ് വിചാരിച്ചുകൊണ്ട് ഇങ്ങനെ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങോട്ടേക്ക് അനാമിക കയ്യിൽ വരൂ. അനാമിക അവൾ ഫോൺ എടുക്കുന്നില്ലല്ലോ. എന്തിനാടാ ഈ ചീപ്പ് സ്ട്രെയിറ്റ് പരിപാടി കാണിച്ചുകൊണ്ടിരിക്കുന്നത്? നിനക്ക് നാണമില്ലേടാ? എനിക്ക് നാണമുണ്ട്, നിനക്കാടി നാണമില്ലാത്തത്? നീയല്ലേ പലരുടെയും കൂടെ കറങ്ങുകയും കൊഞ്ചി കുഴയുകയും ഒക്കെ ചെയ്യുന്നത്. ഈ കോള് ചെയ്യുന്ന അന്തു ഉണ്ടല്ലോ, ഒരിക്കലും ആ കൂട്ടത്തിൽ പെട്ടവളല്ല അവൾ. ആ കാര്യത്തെ എനിക്ക് അവമാനിക്കുന്നതേ ഉള്ളൂ. പിന്നെ നീ പറയുന്നത് പോലെ ഒന്നുമല്ല, അവൾ ഒരു പോലീസുകാരിയാകാൻ പോവുക. അതിൻ്റേതായ സ്റ്റാൻഡേർഡും കൈക്കരുത്തും എല്ലാം അവൾക്കുണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ച് ഒരു അകലം പാലിച്ച് നിൽക്കുന്നതായിരിക്കും നിനക്ക് നല്ലത്. പിന്നെ അവൾക്ക് കൈക്കരുത്തും അവൾക്ക് വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് പുല്ലാടാ, എനിക്ക് ചുക്കാടാ, അതിലേക്ക് ഒരു കുഴപ്പവുമില്ല. പിന്നെ അവൾ ഈ വീട്ടിൽ നിൻ്റെ ഭാര്യയായിട്ട് കയറി വരാൻ പോകുന്നില്ല. നീ എന്താ വിചാരിച്ചത്? അവൾ ഒരുപാട് നിന്നെ അങ്ങ് സ്നേഹിക്കുന്നുണ്ടെന്ന്. വെറുതെയാടാ, നിന്നെ അവളെ സ്നേഹിക്കുന്നില്ല. ഇനി ഒരു SI ആയ അവൾക്ക് നിൻ്റെ സ്നേഹം എന്തിനാടാ? വെറുതെ നിൻ്റെ സ്നേഹമൊന്നും ആവശ്യമില്ല. അങ്ങനെ അവൾക്ക് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ നീ ഫോൺ വിളിച്ചപ്പോൾ എടുത്ത് തന്നെ അവളെ നിന്നെ വെറും കറിവേപ്പില വിറക്കി കളയുന്ന പോലെ കളയത്തേ ഉള്ളൂ. അല്ല, നിന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല. അവൾക്കിനി നിന്നേക്കാളും എത്രയോ മിടുക്കന്മാരായ ആമ്പിള്ളാരെ കിട്ടും. നോക്കിക്കോടാ, നീ വെറുതെയാടാ, നീ ഒരു പാഴായ ജന്മം എന്നൊക്കെ പറഞ്ഞ് അനാമിക അങ്ങ് പോയപ്പോഴേക്കും അത് മനസ്സിൽ അങ്ങോട്ട് കയറി തട്ടിയിട്ട് നമ്മുടെ അനിയുടെ അപ്പോൾ എനിക്ക് മനസ്സിൽ അതൊക്കെ തോന്നി. ഇനിയിപ്പോൾ തന്നെ വേണ്ട, ആ നന്ദു വേറെ ആരെങ്കിലും തേടി പോകുമോ? അത് തന്നെ അവളുടെ ജീവിതത്തിൽ നിന്ന് എടുത്ത് മാറ്റി വെക്കുമോ? ഇപ്പോൾ അനാമിക പറഞ്ഞതുപോലെ ഞാൻ കറിവേപ്പില ആകുമോ? ഇല്ല, ഞാൻ ഒരിക്കലും സഹിക്കില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ ഈ ജീവിതം ഞാൻ അങ്ങ് അവസാനിപ്പിക്കുകയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്. വല്ലാത്ത സങ്കടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ പ്രേമം തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഉണ്ടാകാൻ പോകുന്നത്? ചുറ്റും ആരും പറയുന്ന ഒന്നും കേൾക്കാൻ പോകുന്നില്ലല്ലോ. ഏതായാലും ഇത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ നയന റൂമിനകത്ത് ഇങ്ങനെ ഇരിക്കുന്നതാണ്. തുണിയൊക്കെ മടക്കി വെക്കുക. അപ്പോൾ ആദർശ് കയറി വന്നിട്ട്, ഓഹോ, ഇങ്ങോട്ട് വരില്ല എന്നാണ് ആദർശേട്ടൻ കരുതിയത്? എൻ്റെ വീട് ഇതല്ലേ, ഞാൻ കല്യാണം കഴിച്ച് വിട്ട വീട്, എൻ്റെ വീട് ഭർത്താവിൻ്റേത്. എൻ്റെ വീട് ഇപ്പോൾ ആദർശേട്ടാ വരേണ്ട. അപ്പോഴേക്കും ആദർശ് പറഞ്ഞു, നിന്നെ ആരെങ്കിലും ഇങ്ങോട്ട് ക്ഷണിച്ചോ? നാശം, നീ ഇങ്ങോട്ടേക്ക് വരുന്ന അറിയുമെന്നെങ്കിൽ ഞാൻ വേറെ എവിടെയെങ്കിലും റൂം എടുത്തേനെ. സത്യമായിട്ട് നിൻ്റെ മുഖം കാണാൻ എനിക്ക് വയ്യ. പിന്നെ നീ പറയുന്നുണ്ടല്ലോ നിനക്ക് ഇവിടെ ഇത് നിൻ്റെ വീടാണെന്നും നിൻ്റെ വീട്ടിലെ നിനക്ക് സ്ഥാനം ഉണ്ടെന്നൊക്കെ. ആരാ നിനക്ക് സ്ഥാനം തന്നിരിക്കുന്നത്? ആരും നിനക്ക് സ്ഥാനം തന്നിട്ടില്ല. നയന, നീ ഇവിടെ നിന്ന് പോവുകയാണെങ്കിൽ ഒന്നും എനിക്ക് പണ്ടത്തെ പോലെ വിഷമോ എന്നോ കാണാതിരിക്കുന്നതിന് സങ്കടങ്ങളോ ഒന്നും ഉണ്ടാവില്ല. നീ സത്യം പറഞ്ഞാൽ ഇപ്പോൾ എൻ്റെ മുമ്പിൽ നിൽക്കുമ്പോഴാണ് എനിക്ക് ഏറ്റവും സങ്കടവും സമാധാനവും ഒക്കെ ഇടും. ഈ മുമ്പിൽ വരുന്നത് അറപ്പും വെറുപ്പും ഒക്കെയാണ്. നിനക്കൊന്ന് പോകാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. നമ്മുടെ ആദർശം വല്ലാണ്ടായിപ്പോയി, നയന അങ്ങ് വല്ലാതായി പോയി എന്ന് പറയാം. ആ ഒരു അവസ്ഥയിലായി നയനയ്ക്കങ്ങ് അവിടെ നിന്നിട്ട് ഭയങ്കര വിഷമം തോന്നി. പിന്നെ കാണിക്കുന്ന നമ്മുടെ ജയനെയും അജയനെയും കൂടി ഇങ്ങനെ സംസാരിക്കുന്നതാണ്. അങ്ങനെ ജയൻ അജയനോട് പറയുന്നുണ്ട്, അങ്ങനെ ജയനും അജയനും കൂടി ഇങ്ങനെ സംസാരിക്കുക. അങ്ങനെ ജയൻ അജയനോട് പറയാം, ആദർശനൊക്കെ നമുക്ക് നിൽക്കാൻ പറ്റത്തുള്ളൂ. ആദർശ് പറയുന്നത് സത്യം പറഞ്ഞാൽ ശരിയുണ്ടല്ലോ, അതുകൊണ്ട് അവൻ്റെ കൂടെ നമുക്ക് നിൽക്കാൻ പറ്റത്തുള്ളൂ. അപ്പം നയന ഇറങ്ങി വരുന്നത് എന്നുണ്ട് കേട്ടോ. സ്റ്റെപ്പിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരും. അവർ താഴെ ഇരുന്ന് വർത്താനം പറയുകയായിരുന്നു. നയന വന്നതേ അജയൻ ചോദിക്കുകയാണ്, എന്ത് പറ്റി മോൾക്ക്? നല്ല ക്ഷീണമുണ്ടല്ലോ, മോളുടെ മുഖത്ത് ഒരു സങ്കടമുണ്ടല്ലോ.
അത് പിന്നെ അച്ഛാ, ആദർശേട്ടൻ പൊക്കോണ്ടിരിക്കുന്നത് ഏത് വഴിയിലൂടെയാണെന്നൊന്നും എനിക്കറിയില്ല. എന്നെ ഇപ്പോൾ ആദർശേട്ടൻ്റെ ഒരു ശത്രുവിനെ പോലെയാണ് കാണുന്നത്. അതെങ്ങനെയെങ്കിലും ഒന്ന് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മുത്തശ്ശനെയും മുത്തശ്ശിയുടെയും അടുത്തേക്ക് പോയത്. പക്ഷേ അവിടെ എനിക്ക് ആശ്വാസം കിട്ടിയില്ല. അതിൽ അച്ഛനെയും അമ്മയെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ മോളെ. അവരുടെ അതേ നിലപാട് തന്നെയാണ് ഞങ്ങൾക്കും. പ്രത്യേകിച്ച് വേറൊരു അഭിപ്രായം ഞങ്ങൾക്കില്ല. അപ്പം ജയൻ പറയുകയാണ്, നിങ്ങൾ രണ്ടുപേരും മറ്റു കുട്ടികളെപ്പോലെ ഒന്നുമല്ല. കാര്യങ്ങൾ മനസ്സിലാക്കാനും അതനുസരിച്ച് മുന്നോട്ടേക്ക് പോകാനും കഴിവുള്ളവരാണല്ലോ. അങ്ങനെയുള്ളവർക്കിടയിൽ ഒരു പ്രശ്നവും ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവർ തമ്മിൽ തീർക്കുകയല്ലേ ചെയ്യേണ്ടത്. ഞങ്ങൾ ആരുടെയും പക്ഷം പിടിക്കാതെ ഇരിക്കുന്നതേ ഉള്ളൂ മോളെ നല്ലത്. അപ്പോൾ അജയനും പറഞ്ഞു, അതേട്ടൻ പറഞ്ഞത് ശരിയാണ്, ഞങ്ങൾ ആരുടെയും പക്ഷം പിടിക്കാത്തതാണ് നല്ലത്. നിങ്ങൾ ഭാര്യയും ഭർത്താവും പരിഹരിക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾ രണ്ടും തന്നെ പരിഹരിക്കണം. അതിൻ്റെ ഇടയിലേക്ക് ഞങ്ങൾ വലിഞ്ഞു കയറി വരുന്നത് ശരിയല്ലെന്നാണെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലും ശരിയല്ല. അത് പിന്നെ ആദർശേട്ടൻ എന്നോട് ഇത്രയും ദേഷ്യം ഉണ്ടാകാനുള്ള കാരണം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതിനൊരു കാരണം വേണ്ടേ? അത് മോളെ ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. കാരണം എന്താണെന്ന് ആ കാരണം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താണെന്ന് ഞങ്ങൾ മോളോട് പറഞ്ഞ് പരിഹരിച്ചേനെ. അത് എന്നോട് മിണ്ടാതെ നടക്കുന്നത് അത് എനിക്ക് ഒരുതരം ശ്വാസം മുട്ടലാണ് അച്ഛാ. എനിക്ക് എന്തോ ഒരു ശ്വാസം കിട്ടാത്ത ഒരു അവസ്ഥയാണ്. അല്ല, മോള് അവനെ വേദനിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടിരുന്നോ? എന്തെങ്കിലും മറച്ചു വയ്ക്കുകയോ പറയാതിരിക്കുകയോ എന്തെങ്കിലും ചെയ്തിരുന്നോ? അത് പിന്നെ അച്ഛാ, ഓർത്ത് നോക്ക്, എന്തെങ്കിലും ഉണ്ടാകും. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ദേഷ്യം ആദർശ് കാണിക്കില്ലല്ലോ. അത് പിന്നെ എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ആർഷായിട്ട് എന്നോട് തുറന്ന് പറഞ്ഞിട്ടിൽ എനിക്ക് തെറ്റ് മനസ്സിലാക്കി തരുമായിരുന്നു. അല്ലാതെ എനിക്ക് എൻ്റെ തെറ്റ് എങ്ങനെ മനസ്സിലാക്കാൻ? അവനെക്കുറിച്ച് സീരിയസ് ആയി മോളെ അവന് സഹിക്കാൻ പറ്റാത്തത് എന്തോ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ നടക്കുന്നത്.